ഇപ്പോൾ ഒരാൾക്ക് അപസ്മാരം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ്. സോ ഫസ്റ്റ് തിങ്, ഒരാൾക്ക് അപസ്മാരം വരുമ്പോൾ നമ്മൾ ആരും അവിടെ പാനിക് ആവരുത്. ആൻഡ് അവിടുന്ന് എല്ലാം ക്രൗഡായിട്ട് ഇങ്ങനെ നിന്നിട്ട് കാര്യം ഉണ്ടാവില്ല. സോ ഫസ്റ്റ് തിങ് ഇസ് ആളെ ഒന്ന് സറൗണ്ടിങ് ഒന്ന് സേഫ് ആക്കണം. ബെഡിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ അവരെ ഒന്ന് താഴെ വീഴാത്ത രീതിയിൽ നമുക്ക് നോക്കണം. കുട്ടിയെ എപ്പോഴും അല്ലെങ്കിൽ ഒരാളെ എപ്പോഴും ലെഫ്റ്റ് സൈഡിലോട്ടാണ് ചരിച്ച് കിടത്തേണ്ടത്. ഈ ഒരു പൊസിഷനാണ് റിക്കവറി പൊസിഷൻ എന്ന് പറയുന്നതാണ്. ഒരു 2 മിനിറ്റ്സോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ അപസ്മാരം ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ആവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. അവരെ കയറി ചാടി പിടിക്കുന്നത്, കയ്യിൽ ചാവി കൊടുക്കുന്നത്, പിന്നെ മൗത്ത് ടു മൗത്ത് ബ്രീതിങ് കൊടുക്കുന്നത്, വായൻ്റെ ഉള്ളിൽ കൈയിട്ട് സെക്രീഷൻസ് ക്ലിയർ ആക്കാൻ നോക്കരുത്. ഇതൊന്നും സംഭവങ്ങൾ ചെയ്യാൻ പാടില്ല. അവർക്ക് എമർജൻസിയിലായിട്ട് ചില സ്പ്രേസ് അവൈലബിൾ ആണ്. അങ്ങനത്തെ ഒരു സ്പ്രേ ആണ് മിഡാസോളം നേസൽ സ്പ്രേ പറഞ്ഞിട്ടുള്ള സ്പ്രേ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പ്രേ നമുക്ക് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ്റെ അനുസരിച്ചിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ആ സ്പ്രേസ് ഉപയോഗിക്കാൻ പറ്റും. അത് വെയ്റ്റിൻ്റെ രീതിയിലാണ് സ്പ്രേ ഉപയോഗിക്കുക. ഇപ്പോൾ 10 കിലോസ് ഉള്ള കുട്ടിക്ക് നമുക്ക് ഈ സ്പ്രേ ഒരു പഫ് ഈ നോസ്ട്രലിലും ഇനിയൊരു പഫ് മറ്റൊരു നോസ്ട്രലിലാണ് ഉപയോഗിക്കേണ്ടത്. 20 കിലോ ആണെങ്കിൽ 2 പഫാണ് 2 സൈഡ് നോസ്ട്രലിലോട്ട് ഉപയോഗിക്കേണ്ടത്. പാനിക് ആവാതെ എല്ലാവരും ധൈര്യമായിട്ടൊന്ന് ഹാൻഡിൽ ചെയ്താൽ അപസ്മാരം നമുക്ക് കുറച്ചും കൂടെ കൺട്രോളായി കിട്ടുന്നതാണ്. എല്ലാവരും ചേർന്ന് പാനിക് ആവുമ്പോൾ അതും ആ കുട്ടിക്കും പ്രയാസം വരുന്നതാണ്, ആ ബുദ്ധിമുട്ടും കൂടുതലാവുന്നതാണ്.